അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പൊറോട്ട കേട്ടോ. രാവിലെ തന്നെ കഴിച്ചാൽ 1 മണിക്ക് പോലെ ഇരിക്കും. ഒരു 10-15 മണിക്ക് തുടങ്ങിയാൽ കേട്ടോ. എന്നാ മതി എൻ്റെ കൊച്ചിനെ അളക്കി അത് പൊറോട്ടൻ്റെ കച്ചവട കൊച്ചിനെ ഡ്രസ് ഇട്ടിട്ട് മുടിയൊക്കെ കെട്ടിയിട്ട് വേണം പോവാൻ. കാപ്പി കുടിച്ചിട്ട് ഊഞ്ഞാല് കളിക്കാൻ പോകുള്ളൂ കേട്ടോ. അത് വരയ്ക്ക് പോകാൻ പാടില്ല. അതിങ്ങനെ അപ്പോൾ അടുക്കളയിൽ ആ ജോലിക്കാരി വന്നിട്ടില്ല. ഒന്നാൾ ലീവ് അത്ര ഓണായിട്ടേ ഓണം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ അത് വരയ്ക്കും നമ്മൾ തന്നെ പണിയെടുക്കണം. മനസ്സിലായോ? അച്ചയുടെ പൊറോട്ട മേടിച്ച് തരുമോ ചോദിച്ചു കഴിഞ്ഞ ആഴ്ച. ഞാൻ ആദ്യം പൊറോട്ട ഉണ്ടാക്കാൻ ഞാൻ കേട്ടോ. അപ്പം അച്ഛ പറഞ്ഞേ ബംഗാളിൽ ഉണ്ടാക്കണ്ട, ഞാൻ ഉണ്ടാക്കി തരില്ല, വാങ്ങിത്തരില്ല പറഞ്ഞേ. എന്നിട്ട് ഒരു സാധനം വാങ്ങിച്ചില്ല പറഞ്ഞു. അപ്പം അച്ഛ പറയണേ അതങ്ങ് ഉണ്ടാക്കിക്കൂടെ, മൈദമാവ് കൊണ്ട് ഉണ്ടാക്കണം, പഠിക്കാനുണ്ടോ എന്ന് ചോദിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയൊക്കെ മറന്നുപോയി. അന്ന് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയതല്ലേ. അപ്പം ഞാൻ പറഞ്ഞു അതൊക്കെ മറന്നുപോയി, ആ കാലമൊക്കെ തീർന്നു ശശടാ, ഉണ്ടാക്കി തന്നില്ല. പിറ്റേ ദിവസം അന്ന് വൈകുന്നേരം തന്നെ പൊറോട്ട നിന്നു. ആ പൊറോട്ട തിരണ്ടെന്നുള്ള ഉന്നം കൊണ്ട് ഞാൻ അപ്പോൾ രാത്രി മാവ് മേടിച്ച് രാവിലെ ഞാൻ പൊറോട്ട ഉണ്ടാക്കി. എന്താ പറയുക കണ്ടോ, തിന്നാൻ പറ്റില്ല. എൻ്റെ കുട്ടി എന്നോട് ചോദിച്ചു. അങ്ങനെ ഞാൻ പൊറോട്ട ഉണ്ടാക്കി. അടിക്കാൻ വയ്യ കൈ. ആദ്യമൊക്കെ പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്തല്ലേ നന്നായി വീശി അടിക്കുകയായിരുന്നു അല്ലേ ജീവ? അപ്പം എനിക്ക് വീശാൻ വയ്യ, കൈവേദന. വേറൊരു ദിവസം ഏതെങ്കിലും കടയിൽ പോയി പൊറോട്ട ഉണ്ടാക്കണം നോക്കി നിന്നാൽ അവരുണ്ടാക്കണ പോലെ ഉണ്ടാക്കാൻ പറ്റും. ഇരിക്കുന്നിടത്തോളം സോഫ്റ്റ് ആകുന്ന പറയാം. ഒരു റോളറുണ്ട്, അത് മേടിച്ചാൽ വലിച്ചാൽ ഇങ്ങനെ നല്ല ഒരേ ഘനത്തിൽ ഇങ്ങനെ വരും. മനസ്സിലായോ? ഇതിപ്പോൾ എല്ലാം നമ്മളെ വീട്ടിലെ സാധനം കൊണ്ട് അറിയണ മാതിരി യൂട്യൂബിൽ പൊറോട്ട അടിക്കുന്നത് നോക്കി പഠിക്കാൻ പറയുന്ന ശേഷം. അപ്പം ഞാൻ എനിക്ക് യൂട്യൂബൊന്നും എനിക്കറിയില്ല. അത് ഞാൻ എടുത്തില്ല. ഞാൻ എൻ്റെ സ്വന്തം മനസ്സിൽ തോന്നിയ പോലെ ഞാൻ ഉണ്ടാക്കി. അതില് ചെയ്ത് കഴിയുമ്പോൾ മറ്റേ നൂൽ പൊറോട്ട പോലെയോ അത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നൈസായിട്ട് വരില്ലേ. പക്ഷെ എൻ്റെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി നന്നായിട്ട് എനിക്ക് മെസ്സേജ് ഇഷ്ടപ്പെട്ടു. എന്തെങ്കിലും കുറ്റം പറഞ്ഞേനെ, എല്ലാവരും ഇട്ട് കൊടുക്കാൻ പറയാം. എൻ്റെ ഇട്ട് കൊടുത്തിട്ട് അതേ ഒക്കെ വീഡിയോയൊന്നും കണ്ടില്ല. ആരും വീഡിയോ കാണിച്ചു വീഡിയോ നമുക്കൊന്നും ഉണ്ടാക്കാല്ലേ. അതാ മോളിലൊരു മിഠായി പെട്ടി ഉണ്ടേ, മുകളിലൊരു വയലറ്റ് ബിസ്ക്കറ്റ് പെട്ടി. ഇത് പരത്തണ്ടേ? അപ്പൊ ആ കോലിന് വരത്തില്ലമ്മ. ഏതിനും പരത്തോളം ഇടാൻ പോണമ്മ. പക്ഷെ എന്താ ഗ്രീഷ്മേ, നീ ഇവിടുന്ന് പോയതല്ലേ? ഞാൻ വരാ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. എല്ലാം കഴിക്കാൻ ഇഷ്ടം. രാവിലെ ചായ കുടിക്കൂ, പാല് കുടിക്കൂ. അത് കഴിഞ്ഞ ശേഷമാണ് മിഠായിയും കൂട്ടായും ഒക്കെ. ഷേപ്പായില്ലേ ജീവ? അതില്ലേ ദോശക്കത് ചൂടാക്കി മിഠായി പറ്റി കാണിച്ചു. പൊറോട്ടയൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത്
നമ്മുടെ പൊറോട്ടയില്ല. നമുക്ക് എണ്ണയാണ് ഇഷ്ടമില്ല. പിന്നെ ഒരു വശത്തേക്ക് അപ്പം ചന്തല്ലേ സെന്തോ സെന്തോ കൂടിയോ വേറെണ്ടേ മൊത്തില്ലേ കളറൊന്നുമില്ലേ വേവണം. ഇനിയിത് കൂടുതൽ എങ്ങനെയാണത് എൻ്റെ പലരുടെ കാര്യം മാത്രം കാണുന്നില്ല. ശരി എടുത്തോ. അടിക്കണം ഇപ്പൊ തന്നെ എടുക്കണ്ടോ? അടിക്കണം. അടിക്കല അവസാനം. ഒരു 5-6 അടിക്കില്ല. അങ്ങനെ നമ്മളിപ്പോൾ തൊടുപുഴയിലായിട്ടുള്ളത്. ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ എത്തി. രാവിലെ നീച്ചു. അമ്മ അപ്പം പറഞ്ഞു ഇന്നലെ രാത്രി തന്നെ പറഞ്ഞു പൊറോട്ട ഉണ്ടാക്കാനും. അമ്മ ഞങ്ങൾക്ക് വീഡിയോ അയച്ചു തന്നു, ഫോട്ടോ അയച്ചു തന്നു. അമ്മ ഉണ്ടാക്കി സക്സസ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വന്നിട്ടുണ്ടാക്കി. അതെ, പഴകിയ ഇതിന് ടേസ്റ്റ് ഉണ്ട്. അതറിയോ, ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്ന് പറഞ്ഞിട്ട് കാരണവന്മാർ മനുഷ്യൻ മക്കൾക്കൊക്കെ വരുമ്പോൾ ചൂടോടെ വിചാരിച്ചത് അപ്പം തന്നെ അല്ലേ. നിനക്ക് പൊറോട്ട ഇഷ്ടമാണോ കണ്ണാ? നീ എത്ര എണ്ണം തിന്നും? 3 4 ആ നീ കൂടുക എടുക്കള. എണ്ണ തേച്ചില്ല അമ്മ? ഇങ്ങനെ സെറ്റ് തന്നെയാണ്, സിറ്റിങ്ങാവും. മുറ്റത്തൊരു കയറിട്ട് വരട്ടെ എനിക്കും കൂടി ആയത്. എന്നാൽ അച്ഛൻ എന്നെ ആദ്യം അടിച്ചു. ഞാനാണ് കുഞ്ഞാൽ ആദ്യം അടിച്ചത്. പാറു കയറിയിരിക്കുക പൊട്ടുമില്ലെന്ന് പറയാണ്. അത് കൊള്ളാം. ബലമുണ്ടോ കുഞ്ഞാൻ്റെ ബലം നോക്കിയത്? ഒരു ദിവസം ചക്ക പായസം വെക്കണം, ഒരു ദിവസം സേമിയ പായസം വെക്കണം. ആദ്യത്തെ ദിവസം ചക്കപ്പായസവും ചക്കരശ്ശേരി അവിയലും ഒക്കെ ഉണ്ടാവും. പിന്നെ എല്ലാവരും കൂടി വരുന്ന ദിവസം സേമിയ പായസം എല്ലാവരും കൂടി വരുന്ന ദിവസം ചക്കപ്പായസം വെക്കണം. കാരണം അച്ഛൻ്റെ പെങ്ങന്മാർ വരുമല്ലോ, വത്സ ചേച്ചിൻ്റെ കുട്ടികളും അവരുടെ കുട്ടികളും ഒക്കെ വരുമല്ലോ. തിരുവോണത്തിന് വരുമോ എനിക്കറിയില്ല, നാളെ പറയുന്നത്. നാളെ അവിടെ നിമ്മി വരുമല്ലോ. നിമ്മി വന്ന് കഴിയുമ്പോൾ നാളെ പറയും എന്നാണ് എല്ലാവരും കൂടി ഒത്തുകൂടുന്ന ദിവസം. അന്ന് ചക്കപ്രഥമനും തൊഴിലമ്പലത്തിലെ പാൽപ്പായസവും ചക്കരശ്ശേരി അന്ന് എല്ലാം നാടൻ വിഭവങ്ങൾ കൊണ്ട് ശരി. അവിയൽ, കാളൻ, കിറ്റായി, അത് മാത്രം മതി. മാറ്റി പറഞ്ഞോ എനിക്കോ മച്ചിരിക്കോ അവരുടെ ഡെയിലിട്ട് മാറ്റിക്കോ. കുട്ടികൾ വരും കേട്ടോ. അപ്പോൾ കുട്ടികൾ വരുമ്പോഴേ അവരൊക്കെ ബിജുവിൻ്റെ അടുത്ത് ഞാൻ പോയി പറഞ്ഞിട്ടായിരുന്നു, നമുക്ക് ഓണത്തിന് ഒത്തുകൂടണം ഇങ്ങോട്ടോ വാടാന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നേ. ബിജു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അധികം വരാമെന്നുള്ളത് നോക്കട്ടെ. ശശികലയും ബാലും ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. വളരെ
ഓ ജലയിൽ ഞങ്ങളൊക്കെ പാടി ഓണമുണ്ടോ അല്ലേ രാജു? എല്ലാ രസമായിരുന്നു. ആ നീ ചെയ്യുന്നു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ഓണം നമ്മൾ പാലക്കാടായിരുന്നു അല്ലേ? ഈ ഓണം തൊടുകയില്ല. അടുത്ത ഓണം തിരുവനന്തപുരത്ത് അവിടെ അറിയില്ല. കൊടക്കനുണ്ടോ? നന്നായി പഠിക്കും. ഇന്ന് 1 മണിക്കൂർ കഴിയുമ്പോൾ നന്നായി പഠിക്കും. അച്ഛന് വിശുന്ന കാരണം ഞാൻ നേരത്തെ ഉണ്ടാക്കണേ. ഇനി ഇതിങ്ങനെ പരത്തിങ്ങനെ വെച്ചിട്ട് കുറേ നേരം 1 മണിക്കൂർ കൂടി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. വീണ്ടും അത് സോഫ്റ്റാവും. ഇതുപോലെ എല്ലാ ലെയറായിട്ട് പൊള്ളക്കും. എണ്ണ ഒഴിക്കേ? എണ്ണ മതി വേണേ. ഒരു എണ്ണയിലല്ലേ ഈ പണിയൊക്കെ ചെയ്യാറുള്ളത്. ചുമ്മാ എണ്ണ കുടിച്ചിട്ടെന്താ കാര്യം? ക്യാൻസർ വെക്കാനോ? എറണാകുളം പോയിട്ട് വരുമ്പോഴേ കൂന്തൽ കിട്ടിയ മേടിക്കാറോ ചേട്ടാ? എന്താ അപ്പോ എനിക്ക് വേണ്ട കേട്ടോ. ഞാൻ തിന്നില്ലേ. ചവ് നിൽക്കുന്ന സാധനം അത്. അതിനാണ് ഏറ്റവും വില കൂടുതൽ ഹോട്ടലിൽ പോയി. ഏറ്റവും വേസ്റ്റായി ഞങ്ങൾ കഴിഞ്ഞ പൂച്ചയ്ക്കും പട്ടിക്കും കൊടുത്തില്ല ജീവ. നമ്മുടെ ജാക്കിക്ക് ആഷ്ലിക്ക് ഒക്കെ ഞങ്ങളുടെ മൂവാറ്റുപുഴക്കാരൻ മീൻകാരൻ കൊണ്ടുവരുമ്പോൾ ഈ കൂന്തൽ മീനുണ്ടല്ലോ, ഈ കൂന്തല് ആ സമയത്ത് ഞങ്ങൾക്ക് കിട്ടുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ പട്ടിക്കാണ് അത് തരിക. പട്ടിക്കും പൂച്ചയ്ക്കും ചോദിച്ചു നോക്കി ജീവനോട്. അത് മൂവാറ്റുപുഴക്കാരൻ ഞങ്ങൾക്ക് അത് തരും. അത് തരുമ്പോൾ അതെല്ലാം പെറുക്കി ഒരു സൈഡിൽ വെച്ചിട്ടുണ്ടാവും. ഒരു MIT പോലത്തെ ഒരു വണ്ടിയിലാണ് മീൻകാരൻ വരിക. രണ്ടോളം അറിയില്ല കേട്ടോ. ഒരു നാളായി കണ്ടിട്ട്. അയാൾ 8:30 മണിയാകുമ്പോഴേക്കും 8:15 രാജുവിന് സ്കൂളിലേക്ക് വണ്ടി ഓട്ടോറിക്ഷ വരുമ്പോഴേക്കും ഈ മീൻകാരൻ വരും. ചേട്ടാ എനിക്ക് ഇത് ഇതായില്ല കേട്ടോ, അത് വീശൊക്കെ ചെയ്യണം. ചേട്ടാ എന്ന് ചോദിക്കുമ്പോഴേ ഗ്രീഷ്മ വേദനിപ്പിക്കാതെ അടുപ്പിക്കണം. അവൾ മയങ്ങുന്നില്ല. പൊറോട്ട കൊണ്ട് മയങ്ങുന്നു. നീ പരത്തിക്കോ, നിന്റെ ഇഷ്ടത്തിന് നീ പരത്തിക്കോ. നൈസായി പരത്തിക്കോ. അതിനകത്ത് വരില്ല. അത് അടിക്കാനൊരു മഴ ഇങ്ങനെ വരില്ല. നീ എന്നാ അടി കാണിക്കണേ? തോർത്തുമുണ്ട് വെക്കണ പറയാനാണ്. ചുരുട്ടി കൂട്ടണ്ട കേട്ടോ. അത് പിന്നെ പിന്നെ ഒന്നേന്ന് ചെയ്യേണ്ടി വരും. അവർക്ക് വയസ്സായിന്ന്. അത് വീശാനൊരു നയം. ഈ കൈക്ക് വേദനയാണ്. അല്ലെങ്കിൽ മറിൻ്റെ വീശി വരും. അങ്ങനെ അടിച്ചിന് മിൽക്കുണ്ടാക്കി കൊടുത്തിട്ടുണ്ടല്ലേ ജീവ? എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ എൻ്റെ നല്ല ആരോഗ്യമുള്ള സമയത്തൊക്കെ എൻ്റെ മക്കൾക്ക് എല്ലാ എണ്ണ തേച്ചുവിടെ എണ്ണ തേച്ചോട്ടിരിക്കു ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെ അറിയണോ? താഴെ പോയില്ലായിരുന്നു. കാരണം അപ്പുറത്തെ ചേട്ടൻ നോക്കി മനസ്സിലിരിക്കണം. ഇരുന്നാൽ തീരുന്നു. എല്ലാ വശവും ഒരേ കണക്കിൽ പോട്ടെ കേട്ടോ. അല്ല റോഡിൽ കൊണ്ടല്ല ആർക്കിനെ. കാരണം റോഡ് സൈഡിൽ വീട്. കാരണം ആർക്കിനും എന്തെങ്കിലും വന്നറിയില്ല. എണ്ണ തേച്ചടിക്കണം. എണ്ണ തേച്ചടിക്കണം. എണ്ണയൊക്കെ വെച്ചിട്ട് ആവശ്യത്തേക്ക് സോഫ്റ്റായി. എണ്ണ തേച്ചടിച്ചാലേ സോഫ്റ്റ് ആവുള്ളൂ. ഇത് കൂടി പൊറോട്ട എടുത്ത് തിന്നോട്ടെ. വെറുതെ അച്ഛൻ പറഞ്ഞത് ബംഗാളികളുടെ കടയിൽ നിന്ന് മേടിച്ചില്ല. ബംഗാളികൾ പോലെ അടിക്കില്ല ഇങ്ങനെ. മുണ്ട് വിരിച്ചു. അയ്യോ തമാശയൊക്കെ പറയാൻ പാടുമോ? ദൈവത്തിനറിയാം. സൈഡ് 4 കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അടുത്തതിൽ കയറ്റിയാൽ മതി. നടുക്ക് മാത്രം എടുത്താൽ മതി അമ്മേ. ഷേപ്പ് പോയതുകൊണ്ട്. എന്താണ് സൈഡൊക്കെ കളയേ? മുണ്ട് വക്ക് തെച്ചാൽ മതി. അവിടെയൊക്കെ കട്ടി. മനസ്സിലായോ? ഇനി അവരെ ഞാൻ ഇങ്ങനെ ആക്കി സെറ്റപ്പ് ആക്കി ഒരു പൊറോട്ടയ്ക്കുള്ളത് ഉണ്ടാക്കും. കാണിച്ച് ഉണ്ടാക്കും. മനസ്സിലായോ? ഒട്ടും കളയാനില്ല കേട്ടോ. നിങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ പകുതി തെങ്ങിൻ്റെ ചോട്ടിക്ക് ഇട്ടേക്കരുത് കേട്ടോ. എല്ലാം ഒരു സാധനം കളയാനില്ല. ഇതിനകത്ത് സോഡാപ്പൊടി ഇട്ടിട്ടില്ല, ഒരു കെമിക്കലും ഇല്ല കേട്ടോ. എല്ലാം എൻ്റെ ഹോം മെയ്ഡ് സാധനങ്ങൾ മാത്രം. ചെല്ലി ഒന്ന് ഓടി.
കറി രാജു ഒന്നായിട്ട് വേണ്ട പകുതി ആയിട്ടെടുക്കാം. അല്ല, അത്രയും മാവ് പോയി അതില്. ബിരിയാണി പഠിച്ച പോലെ ഒരു ദിവസം ഞാനും പൊറോട്ട അടിക്കാൻ പഠിക്കും. എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പഠിക്കണം. ബിരിയാണി എത്ര പ്രാവശ്യം ഫ്ലോപ്പ് ആയിരിക്കണെന്നറിയോ? പണ്ടൊക്കെ ഉണ്ടാക്കുമ്പോ ഇല്ലേ, എത്ര കിലോ അരി വേണം എത്ര ആൾക്കെന്നൊന്നും അറിയില്ല. 2-3 കിലോ ഒക്കെ മേടിക്കുമ്പോഴേ കണ്ടില്ലേ, അത് വലിയ പൊറോട്ടയാണ്. അത് നിനക്ക് കാരണം ആളൊക്കെ അനുസരിച്ചുള്ള പൊറോട്ട. ഒന്ന് പോയി നോക്കിട്ട് ഓടി അല്ല, അത് ഊഞ്ഞാലിന്റെ സ്പീഡിന് വേണ്ടിട്ട് പോയി നോക്കിട്ട് ഒന്ന് പോയി നോക്കി എന്തെങ്കിലും പ്രശ്നമാണോ അറിയട്ടെ. ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി, മനസ്സിലായോ? ഇനി ഒന്ന് അടിച്ചാൽ ചിലപ്പോൾ വലുതാവും. എണ്ണ തേച്ച് കിട്ടലിനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, സ്പീഡില് പോണതിന്റെ സന്തോഷായിരുന്നു. ഇവിടെ അടിക്കാനും പറ്റില്ല, പൊക്കി കഴിയുമ്പോൾ അവിടെയൊക്കെ തട്ടും. നമ്മുടെ നാടൻ പൊറോട്ട മതി, ബംഗാളി പൊറോട്ട വേണ്ടല്ലോ. അച്ഛൻക്ക് ഇഷ്ടമല്ല പാറു പൊറോട്ട. സ്പെഷ്യൽ മെയ്ഡാ. ഗ്യാസ് കത്തിച്ച് വെച്ചിരിക്കുകയാണല്ലോ, ഇതൊക്കൊന്ന് ഓഫ് ചെയ്താലോ? ഇങ്ങനെ പഠിപ്പിച്ച കാരണം എന്താ തീറ്റായിട്ടില്ല. അവിടത്തേക്കാൾ പുഴുക്കല്ലേ ഇവിടെ? നിങ്ങൾ വരുത്തോ? ഇവിടെ പണിയെടുത്തിട്ടേ നോക്കി നിന്നിട്ട് എന്താ നമുക്ക് വെച്ചിട്ട് കൂട്ടാൻ തീയല്ലേ? രാജോടെ രാവിലെ നീച്ചിട്ട് നേരത്തെ കാലത്ത് കുളിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുക പൊറോട്ട കഴിക്കാൻ വേണ്ടിട്ട്. അത് എന്താ ആയിട്ടില്ല കഴിച്ചോ? അച്ഛനോട് ഞാൻ ഉണ്ടാക്കി, ഞാൻ പറഞ്ഞ ബാക്കി ഞാൻ കഴിച്ചു. അപ്പൊ കഴിക്കാൻ മുട്ടി. അമ്മ ഞാൻ വേണമെങ്കിൽ നൈസിൽ കീറി തരാമോ? അടുത്തത് കത്തില്ല കേട്ടോ, ഇതിപ്പോൾ തീർക്കഴിഞ്ഞല്ലോ. നമ്മുടെ ഇവിടെ സൗകര്യങ്ങൾ കുറവായതുകൊണ്ടേ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഈ പറഞ്ഞ പോലെയൊക്കെ ഭയങ്കര വലിയ ഡെസ്കൊക്കെ ഇട്ടിട്ട് വീശി പൊറോട്ട മേക്കേഴ്സ് കാണിക്കണം എന്ന് ആഗ്രഹം. ആദ്യം അവര് ഉണ്ടാക്കണം, പോയി കാണണം. അപ്പോൾ അതിനൊന്നും ഇത് പഠിച്ചാൽ അവർ ഞങ്ങളുടെ പേരും കൂടി കളയാൻ പറ്റാത്തള്ള കളിക്കുക. മനസ്സിലായോ? കളിക്കുന്നത്തോളം നീളം വെച്ച് കണ്ടു. ഓരോ സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ വണ്ടി നിർത്തുമ്പോൾ പൊറോട്ട ചെയ്യണം നോക്കി ഇങ്ങനെ പുറത്തേക്ക് എന്താ പാടിങ്ങനെ പുറത്തേക്ക് നോക്കണം. പൊറോട്ട ഉണ്ടാക്കാൻ പഠിക്കും. കയ്യില് എണ്ണ വെച്ച് തേക്കണ്ടായിരുന്നു. എന്നിട്ട് കയ്യിൽ 2 കയ്യില് എണ്ണയെ ആക്കിയിട്ടില്ല. കാശിയേ നാള് മറ്റേ ഓവൻ എന്താ പറഞ്ഞ കറങ്ങണ സാധനം അല്ല 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 എന്ത് പറഞ്ഞില്ലേ? മൂണോ എന്താ പറഞ്ഞ? ഓണൻ ഓണൻ ഓണെന്നാണ് പറഞ്ഞത്. രാത്രി കിടക്കുമ്പോ രാജുവിന്റെ അടുത്ത് കഥ പറയാ, നമുക്കൊരു ഓണം മേടിക്കണം. അതുകൊണ്ട് വിശക്കുന്നുണ്ട്, പെട്ടെന്ന് ആയിക്കോട്ടെ. ഷേപ്പ് ഞാൻ പരത്താം. നേരെ ദോശയ്ക്ക് പറഞ്ഞ ചപ്പാത്തിക്ക് മൈദ നല്ലതായിട്ട് നീളം വട്ടം പട്ടിക്കത്തി കട്ടെ ഇത്രയും വട്ടം കലല്ലാണ്ടിട്ട് ഒരേ കാലത്ത് ഇത് വരത്തായി ഞാൻ 3 ചുട്ടിട്ടാണ് അവര് അച്ഛനും കഴിച്ചോളൂ. നിനക്ക് പോണേ മുടി വെട്ടനൊക്കെ പോണേ. നമുക്ക് ഇന്നലെ ഉച്ചയ്ക്ക് തക്കാളി ചോറും മറ്റേ ബിരിയാണി റൈസ് ഉണ്ടല്ലോ. ബിരിയാണി റൈസ്
ഇല്ലേ? എണ്ണയും നെയ്യൊക്കെ ഒഴിക്കുമ്പോൾ കണ്ടൊഴിച്ചോണം. അത് അന്നത്തെ ഡാൾഡ ഉണ്ടല്ലോ. ഓ അതുണ്ട്. അന്നത്തെ ഡാൾഡ നീ എവിടെയോ കളയാണ്. ഈ വേസ്റ്റിനകത്തുനിന്നാ ഞാൻ എടുത്ത് വെച്ചത്. അല്ല, ഞാൻ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തടി വെച്ചത് ഇപ്പൊ വീഡിയോ പിടിക്കാതെ എന്നേക്ക് വായിച്ചു വീഡിയോ എവിടെ ഉണ്ടായിരുന്നു? അത് ഈ പുള്ളിയൊക്കെ തൊണ്ടരിഞ്ഞില്ലേ, അതിനകത്ത് ഇഞ്ചി പൊട്ടിച്ചതോ? വെളുത്തുള്ളി പേസ്റ്റ് ഡാൽഡയുടെ ഇത്. അപ്പൊ നീ നോക്കിയപ്പോ ഇല്ല, ഞാൻ അതിനകത്ത് നോക്കിയപ്പോ ഒന്നും ഞെക്കാനില്ല. നന്നായി ഞെക്കണം. ഏത്? സെവനാഴിക്ക് വീണവ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വെച്ചത് അല്ല, ഞാനെടുത്ത് വെച്ചത്. അപ്പൊ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ഞാൻ വെച്ചത് അതാ വെച്ച് ഡാൾഡ വെച്ചതായിരുന്നു. നീ സാലഡാ കയറ്റി വെച്ചത് കുളിക്കാതിരിക്കാൻ. അത് വെച്ച് ഡാൾഡ ഡോറിൽ ഇല്ല ഫസ്റ്റിൽ വെച്ചില്ല, ശശികല വെച്ചത്. അന്നും വെച്ചില്ല, പിറ്റേ ദിവസം വെച്ചത്. അന്നും വെച്ചില്ല. ഈ ലൈറ്റർ എങ്ങനെയാണ്? സൂപ്പറാട്ടോ. എല്ലാവരും മേടിച്ചോളാം പറ. ഇതല്ല ലൈറ്റർ ചാർജ് ചെയ്യാനൊക്കെ പറ്റും. പ്രൊമോഷൻ വീഡിയോ അല്ല, പ്രൊമോഷൻ വീഡിയോ അല്ല. ഇത് ചാർജ് ചെയ്ത് എന്നൊക്കെ ഉപയോഗിക്കാം. എപ്പോഴും വൃത്തിയായി സൂക്ഷിച്ചാൽ എന്നും പുതിയതുപോലെ സുന്ദരിയായിട്ടിരിക്കും. ഇത് മേടിച്ചോളൂ എല്ലാവരും. ഞാൻ അതിന് പ്രൊമോട്ട് ചെയ്യും. കൈക്കൊക്കെ നനച്ചത് വരട്ടാൻ ഇനി അത് കൈകൊണ്ട് ഇങ്ങനെ പറ്റുന്നൊക്കെ നന്നായിട്ട് വരുമ്പോഴേ പാത്തിക്കോ. ഇപ്രാവശ്യം ഡാൽഡ പിഴിയണമെങ്കിൽ വിഷമിച്ച് കഷ്ടപ്പെടാം. അത് പുറത്തേക്ക് വെക്കട്ടെ. നീ ഇവിടെ ഇങ്ങോട്ട് 250 ഗ്രാം മേടിക്കാൻ പറഞ്ഞു. ഞാൻ അപ്പോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയേ. അങ്ങോട്ട് നീ ഇങ്ങനെയാണ് എന്നാ മറ്റേ സൺഫ്ലവർ ഓയിൽ ഉണ്ടോ? ഇതൊക്കെ സൺഫ്ലവർ ഉണ്ടോ? ഇങ്ങനെയാണ് കൊണ്ടുപോകാറിരിക്കുന്നത്. അതുകൂടെ കാണിച്ചു. ഇതാണ് അന്ന മുത്തേ പ്രശ്നം. അച്ഛമ്മ വരും എന്റെ കൊച്ചിന്റെ പ്രശ്നം. ഇത് നീ 250 മേടിക്കാൻ പറഞ്ഞ 600 മേടിച്ചിട്ട് ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ അരക്കണ നെയ്യും. അല്ല, നെയ്യ് പായസത്തിനായി. മറ്റേത് ഇത്തിരി പായസം വെച്ചോ? അന്ന് കട പായസം വെച്ചു. നമ്മുടെ പായസം വെച്ചിട്ടില്ല. സേമിയ പായസം അത് നിങ്ങൾ അവിടെ സ്വപ്നം കാണുമ്പോന്നൊക്കെ തോന്നാം ഇടയ്ക്കിടയ്ക്ക്. അത് അതിന് മുന്നത്തെ പ്രാവശ്യം വന്നപ്പോഴാ വെച്ച്. അതൊക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ രാജു അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ജീവേ ഇവിടെ പറഞ്ഞ അളവിൽ സാധനം മേടിച്ചിട്ടേ അരി മാത്രം വെച്ചാൽ വന്നു അല്ലേ? ഇനി അരിയാ പറഞ്ഞില്ലേ, പറയാ പറഞ്ഞില്ലേ? അപ്പൊ നേരെ എടുത്തോടാ. അവിടെ 100 പൊറോട്ട ഉണ്ടാക്കണം. കൊറേ വരേണ്ടി വരും. വലുതായിട്ട് വരിക. എനിക്ക് നിറയെ ലെയർ വേണം. അതിങ്ങനെയൊക്കെ വരയ്ക്കും. സ്കെയിൽ വേണം. അതുകൊണ്ട് കേട്ടോ വലുത് വേണം കൊണ്ടുവരും. ഇങ്ങനെ റോൾ ചെയ്ത് സ്കെയിൽ വേണം. അത് പറ്റാത്ത റോളർ ഇവിടെ എല്ലാ സ്റ്റോക്ക് കേട്ടോ. അത് അടുപ്പിച്ചടുപ്പിച്ച് വെച്ച മേളിൽ ചുരുങ്ങി പോണുണ്ടോ? അവരുടെ അടുത്ത് 10 പ്രാവശ്യം അവന് 10 പ്രാവശ്യം നീ പോയാൽ 10 പ്രാവശ്യം അമ്മ ഞാൻ വേണം. എണ്ണ അടിയിൽ ഒഴിച്ചിട്ടില്ല. അത് കാരണം ഒട്ടിയിരിക്കുന്നു കേട്ടോ. മനസ്സിലായോ? ഈ തലയിൽ നന്നായി എണ്ണ ഒഴിക്കണേ. മനസ്സിലായോ? എണ്ണ 2 അതെന്നാ വീണേ? നമ്മൾ ആ ഡപ്പ വെക്കാൻ വേണ്ടിട്ടേ
അതിനെ പിടിക്കാൻ വേണ്ടിട്ട് അവള് വീണു. കേട്ടാ അവനെയോട് ഇരുത്തിയല്ലേ സൈഡിലേക്ക് ഇരിക്കല്ലേ, നടുക്കിരിക്കേ. അവനെയോട് ഇരുത്താലോ നടുക്ക്. അതെവിടെ താഴെ വെക്കേ. ഇനി ആട്. അഭയാത്രി അഭയാത്രി അഭയാർത്ഥി ഇരിക്കുന്നു. എണ്ണുന്നുണ്ടോ? പല്ല് വെച്ചോ?